നവീന ചിലങ്ക. എനിക്ക് ചിലങ്ക എന്നൊക്കെ പേര് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു പേരല്ലേ. ആർക്കെങ്കിലും ഉണ്ടോ ചിലങ്ക എന്നുള്ള പേര്? വേറെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാനും ആദ്യമായിട്ട്. ഈ ചിലങ്ക എന്നുള്ള പേരുമായിട്ട് ബന്ധമുണ്ടോ ജീവിതത്തിന്? ഡാൻസ് കളിക്കുവോ? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇട്ട പേര്. അവർ അച്ഛനും അമ്മയും ഇട്ട പേരാണ്. അച്ഛന്റെ അച്ഛൻ. പക്ഷെ അച്ഛന്റെ ആഗ്രഹം കുട്ടി സാധിച്ചു കൊടുത്തില്ല. ഇല്ല. ചിലങ്കയുടെ സിനിമാ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വിനയൻ സാറിന്റെ പടത്തിലാണ് വന്നത് അല്ലേ? ഏതായിരുന്നു ആ പടം? ലിറ്റിൽ സൂപ്പർമാൻ. ലിറ്റിൽ സൂപ്പർമാൻ. ആ, അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? വിനയൻ സാറിന്റെ വഴി, ഓഡിഷൻ വഴിയാണോ അതെയോ ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നോ? അല്ല എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം പുള്ളിക്കാരനാണ് അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് അയക്കുമായിരുന്നു. അപ്പൊ ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി. ആ മുഖ സൗന്ദര്യം സത്യം പറഞ്ഞ നമ്മള് രണ്ടുപേരും ഒരേ തോണി തന്നെയായിരുന്നു. കാര്യം ജയസൂര്യയുടെ നമ്മുടെ ആദ്യത്തെ പടമായ ഊമപ്പെട്ടിന് ഉരിയാടെ പയ്യൻ, അതില് ഒരു ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഫസ്റ്റ് ചെയ്ത മൂവി തന്നെയായിരുന്നു അത്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമല്ല, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡയലോഗ് ആണെങ്കിലും അതിൽ എനിക്ക് ഡബ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയസൂര്യ ആയിരുന്നു. ഓ, അത് ശരി. അതൊരു ഭാഗ്യം. ഇത് പിന്നെ ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട്. അപ്പൊ അച്ഛനും കൊച്ചച്ഛനും പറഞ്ഞു നമുക്ക് നോക്കാം, കാരണം എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന അവസരമാണ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട്. നവീന്റെ വിശേഷങ്ങൾ പറ. എന്റെ വിശേഷങ്ങൾ സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പടങ്ങൾ നവീൻ അഭിനയിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൽ അഭിനയിച്ചിട്ടുണ്ട്. മേജർ രവി സാറിന്റെ കാണ്ഡഹാറിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 2 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് നമ്മുടെ നന്ദനം. ഈ സീരിയലില് കൂടുതലും വില്ലനായിട്ടാണല്ലോ നമ്മൾ നവീനെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വില്ലത്തരം ഇങ്ങനെ ചെയ്ത് സ്വഭാവത്തിൽ അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ശരിക്കും പറഞ്ഞ ഈ വില്ലന്മാരെന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര പാവം. അതെനിക്ക് മനസ്സിലായി. എനിക്കത് ശരിക്കും മനസ്സിലായത് ഇവരെ കണ്ടപ്പോഴാണ്. ഇത്ര മസിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മസിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ ഭയങ്കര ഇതാണെന്ന് അവരെ വിചാരം. അല്ല, നമ്മൾ കാണുമ്പോ അവരെ വിചാരിക്കും നമ്മള് ഭയങ്കര സീരിയസ് ആണ് അവര്. ഒരിക്കലും അല്ല. ഞാൻ ചോദിക്കട്ടെ, ആകെ ഇനി കുറച്ച് സമയം ഉള്ളു നമ്മള്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക, എല്ലാവരുമായിട്ട് നമ്മള് സൗഹൃദം പങ്കിടുക, ഇതൊക്കെ തന്നെ. പിന്നല്ലാണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നന്നായിട്ടൊന്നും ഫുഡ് കഴിക്കില്ല, ആവശ്യത്തിന് കഴിക്കുള്ളൂ. ഹലോ, ആവശ്യത്തിന് ഫുഡ് കഴിക്കും. പിന്നെ എന്താ പറയുന്ന വർക്ക്ഔട്ട് ചെയ്യും. ആ കണ്ണാടി എന്തിനാ മുകളിൽ വെച്ചിട്ട് കണ്ണിൽ വെക്കൂ? കണ്ണില് ഒരു ചമ്മല് അറിയാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട്. ഗെയിമിൽ തോക്കുമ്പോ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. വെച്ചപ്പം തന്നെ ഞങ്ങള് ജയിക്കും അല്ലേ? ഞങ്ങളല്ല, ഓപ്പോസിറ്റ്. നമ്മള് ജയിക്കും. സിംഗിളായി വന്ന് ജയിക്കണം. ഞാൻ മൊത്തം കോമൺ ആണല്ലോ. ഐ എം ദ കോമൺ ഫാക്ടർ ഓഫ് ദിസ് റെഡ് കാർപ്പറ്റ് ഷോ. നീ എന്ത് പറഞ്ഞു? അത് പറ. ഡേ ടു ഡേ ലൈഫ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം. മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആ സമയത്ത് കഴിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എത്ര മുട്ട തിന്നും ഒരു ദിവസം? രാവിലെ ഒരു 7 മുട്ട കഴിക്കാം. 7 മുട്ടയുടെ വെള്ള. 7 മുട്ടയുടെ വെള്ളം 6 മുട്ടയുടെ വെള്ള കഴിച്ചിട്ട് ഒരെണ്ണം വേണേ നമുക്ക് ഫുള്ള് കഴിക്കാം. പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും അത് മസ്റ്റാണ്. പിന്നെ ഉച്ചക്ക് ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഈവനിങ് ആസ് യൂഷ്വൽ വെജിറ്റബിൾ സാലഡ്, ഇതൊക്കെയാണ്. ഇപ്പൊ കുറച്ച് വിശക്കുന്നുണ്ടോ? ഇപ്പൊ കുറച്ച് വിശക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മുട്ട എടുക്കട്ടെ? മുട്ടയുണ്ടാ? ഉറപ്പായിട്ടും നല്ല പുഴുങ്ങിയ മുട്ടയുണ്ട് എന്റെ കയ്യില്. ആണാ? അപ്പൊ നമുക്ക് ചിലങ്കേനെയും കൂടി അതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. കാരണം മുട്ട വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്ക് നമുക്ക് പോകാം. അത് പറ. പക്ഷെ നിനക്ക് കഴിക്കാൻ വേണമെങ്കിൽ തോറ്റാലും ജയിച്ചാലും കഴിക്കാമല്ലോ. നിനക്ക് കഴിക്കാം. അപ്പൊ ആദ്യം ഞാൻ എന്റെ മുട്ട ഗെയിമിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് കഴിക്കണോ വേണ്ടയോ. സോ ഗെയിം കളിക്കാൻ രണ്ടുപേരും റെഡി അല്ലേ? റെഡി? ശരി, വരൂ. നമുക്ക് 5 മുട്ടകളുണ്ട്. 5 പുഴുങ്ങിയ മുട്ടയാണിത്. ഈ മുട്ട ഇവര് തൊണ്ട് പൊളിച്ച് ഇവിടെ റെഡിയാക്കി വെക്കണം. മുട്ട കേടുവരാൻ നീ തൊണ്ട് പൊളിക്കണം. മനസ്സിലായല്ലോ? ഓക്കെ. ചിലങ്കയ്ക്ക് മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ആദ്യം ആര് കളിക്കും? ആർക്കാണ് ധൈര്യം? റെഡി? യെസ്, ചിലങ്ക പറഞ്ഞു. നീ ഏറ്റവും നല്ല രീതി കളിക്കുന്ന ചിലങ്കയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും ചിലങ്ക റെഡി പറഞ്ഞു. അതാണ്. ഓക്കെ, ചിലങ്ക റെഡി? ഓക്കെ. അപ്പൊ ചിലങ്ക ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മുട്ട പൊളിക്കാൻ. സോ മ്യൂസിക്. ടൈമില്ലേ? 1 മിനിറ്റ് സമയത്തിൽ പൊളിക്കണം. ചെയ്താ മതിയായിരുന്നു. ബെസ്റ്റ്. ഒരു ചളുക്കുണ്ട് കേട്ടാ. ചിലങ്ക എന്റെ മുട്ടകൾ കേടുവരാതെ പൊട്ടിക്കണം. ഫാസ്റ്റ് ആയിട്ട്. 1 മിനിറ്റ് സമയം നമുക്കുള്ളൂ. യെസ്. അതിൽ കുറച്ച് തൊണ്ടിരിക്കണം. ഫിനിഷിംഗ് വേണം. കടച്ചിലല്ല, കൈപ്പണിയാ കൈപ്പണി.
മുട്ട നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വേണം നമുക്ക് പുറത്തു വരാൻ. നവീന്റെ മുഖം പോലെ. എന്താ എന്റെ ഉദ്ദേശം? സുന്ദര കുട്ടപ്പൻ. സുന്ദര കുട്ടപ്പൻ. സുന്ദരാ എന്താ? അയ്യോ ഒന്ന് ഇപ്പൊ ഒന്നും വളരെ 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 ടഫ് ഗെയിമാണ് ഇപ്പൊ ചിലങ്ക. സമയം തീരാറായിട്ടോ ചിലങ്ക? സമയം തീരാറായി. വളരെ വളരെ ടഫ് ആയിട്ടുള്ള ഗെയിമാണ്. സമയം തീരാറായി. വീട്ടിൽ ഇന്നവരെ ചെയ്യാത്തൊരു കാര്യം കഴിഞ്ഞാ അത് പിന്നെയും പൊളിച്ചോണ്ടിരിക്കുന്നു. അപ്പോ നമ്മുടെ നാലാമത്തെ മുട്ട ഇങ്ങനെ പകുതി വെച്ചിരിക്കുകയാണ്. അല്ല അഞ്ചാമത്തെ 4 മുട്ട ഇവിടെ നല്ല വൃത്തിയായിട്ട് വൃത്തിയായെന്നൊന്നും പറയാൻ പറ്റില്ല. അത് നോക്കി എങ്ങനെയാണെന്നും കൂടി നോക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് നവീന്റെ ഗെയിമിലേക്ക് കടക്കേണ്ട സമയമാണ്. നവീൻ റെഡി? റെഡി. യെസ്, മ്യൂസിക്. ഇതെന്താ മുട്ട പൊട്ടിക്കലടാ? അങ്ങനെയൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല. ഇതൊക്കെ ക്ലീൻ ആയിരിക്കും. ഇവിടെ 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 എന്താ ഇപ്പൊ കാണിച്ചു? ഒരൊറ്റ ഉരുട്ട്. ആദ്യമായിട്ടാണ് ഞാൻ മുട്ട പൊളിക്കുന്നതിന് ഒരു വേറെ അയ്യോ. അപ്പൊ ഇതോ ഇതോ എത്ര വൃത്തിയായിട്ടാണ് ചിലങ്ക മുട്ട പൊളിച്ചത്. കാര്യമില്ല, മുട്ടയെ വേദനിപ്പിക്കരുത് നമ്മള്. അല്ല ഇതെന്താന്നറിയോ, ഇത് കേടണ്ടാ നോക്കാൻ വേണ്ടി. ആദ്യത്തെ മുട്ട തന്നെ തെറ്റാണ്. ഇമ്മാതിരി സാരി പണ്ട് ഞമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. കൊള്ളാല്ല, ഇങ്ങനെ മുട്ട ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി അടിപൊളി. ഇത് എല്ലാവരും ഇത് വീഡിയോ കാണണം. ഇതൊരു പ്രത്യേക തരം മുട്ട. അവിടെ വിട്ടുകൂടാ. എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. നവീൻ സ്പെഷ്യൽ ആണോ? മുട്ട പൊളിക്കുമ്പോ ഉണ്ടാൻ പാടില്ല കോൺസെൻട്രേഷൻ. കഴിക്കാനുള്ളതല്ലേ? അതെ. അപ്പൊ വൃത്തിയായിട്ട് പൊളിക്കുക. ടൈം ആയി. എന്ത് ഒരു മിനിറ്റ് ആയിട്ടില്ല. ഞാൻ ഹലോ, 1 മിനിറ്റ് ആയില്ല. താങ്കൾ എങ്ങനെ അറിഞ്ഞു? ടൈമർ ഉണ്ടല്ലോ. എവിടെ? ഇവിടുത്തെ ടൈമർ എന്ന് പറഞ്ഞത് ഞാനാണ്. മനസ്സിലായോ? നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞേക്ക്. ഈ മുട്ട ബാലൻസ് ഉണ്ട്. പക്ഷെ ചിലങ്കയ്ക്ക് ഇതാ ലാസ്റ്റത്തെ മുട്ട, ഫൈനൽ മുട്ട ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ തോറ്റു എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. ഒരു മുട്ട ഇതൊരു മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. ഈ ഗെയിമിൽ വളരെ ദാരുണമായി നമ്മുടെ സകലകലാ വല്ലഭൻ സുന്ദരക്കുട്ടൻ നവീൻ തോറ്റിരിക്കുകയാണ്. തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേലമായി. ഞങ്ങളുടെ ചിലങ്കക്കുട്ടി ജയിച്ചിരിക്കുകയാണ്. ചിലങ്കയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഞാൻ. ചോക്ലേറ്റ് ആണ്. എന്താണ് തമാശ? അല്ല തമാശ. അപ്പൊ നവീന്റെ പണിഷ്മെന്റ് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 10 പുഷപ്പ് എടുക്കണം. അതുകൂടാണ്ട് ഞങ്ങളിൽ ഒരാളെ നീ എടുത്ത് ഹോൾഡ് ചെയ്ത് എത്ര സമയം നിൽക്കാൻ പറ്റുമോ അത്ര സമയം നിൽക്കണം. പുഷപ്പ് സുഖമായിട്ട് ഇത് പൊക്കി പിടിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പൊക്കാൻ? ഞാൻ നിന്റെ ഇഷ്ടം. ഞങ്ങൾ ആരെ വേണം നിനക്ക് പൊക്കാം. റെഡി അല്ലേ? ഓക്കെ റെഡി. സോ മ്യൂസിക്. നവീന്റെ മുഖമൊക്കെ ചുമന്ന്. എനിക്ക് വെയിറ്റ് ഉണ്ടോ? ഇനി ഇതുപോലെ രസമുള്ള ആചാരം വല്ലതും ഉണ്ടോ? അടിക്കോ തൊഴിക്കോ? ഞാൻ പറഞ്ഞില്ല 60 കിലോ ഉണ്ടെന്ന്. 60 അതിന്റെ മുകളിലുണ്ട്. കിതപ്പറിയണില്ലല്ലോ അല്ലേ?